നിങ്ങളെല്ലാവർക്കും അറിയാമല്ലോ, ഞാൻ നീതുവിൻ്റെ ഒപ്പം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ജനങ്ങളെ കാണാനും വോട്ട് ആവശ്യപ്പെടാനും. നിങ്ങൾക്കറിയാം, നമ്മുടെ തിരുവനന്തപുരം നഗരത്തിൽ കോർപ്പറേഷൻ്റെ ഒരു മാറ്റം കൊണ്ടുവരാൻ നേരം വൈകി. 45 വർഷമായിട്ടാണ് ലെഫ്റ്റ് ഭരിക്കുന്നത്. പക്ഷേ നമ്മളുടെ നഗരത്വം, നമ്മുടെ ഈ കേരളത്തെ തലസ്ഥാനത്തിൻ്റെ ഒരു പ്രാധാന്യം എല്ലാ ദിവസവും ചുരുങ്ങി വരുന്നു. പല വിധത്തിലും നമ്മൾക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും അറിയാം, നിങ്ങൾ അനുഭവിക്കുന്നവരാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പറയാൻ ആവശ്യമില്ല. പക്ഷേ മഴ പെയ്യുമ്പോൾ ആദ്യം നമുക്കറിയാം പാതകളൊക്കെ കുളയാവുന്നത്. പാതയുടെ സ്ഥിതിയെ നമ്മൾ കണ്ടറിയാം. ഡ്രെയിനേജ് ഇല്ല, സാനിറ്റേഷനെ, മാലിന്യം എല്ലാവിടെയും ഇറങ്ങുന്നു. ഈ സ്ഥിതിയിൽ നമ്മൾക്കൊരു പുതിയ ഭരണം കൊണ്ടുവന്നിട്ട് ഈ നഗരത്തെ നന്നാക്കണം. അതിൽ നീതുവിനെ പോലെ ഒരു യുവ സ്ഥാനാർത്ഥി ഞങ്ങൾക്ക് പ്രാധാന്യമാണ്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തിച്ചിട്ടുണ്ട്, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങിയ ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് നീതുവിന് വേണ്ടി വോട്ട് ചെയ്യാൻ എനിക്ക് സന്തോഷവും അഭിമാനവും ഉണ്ട്. നമ്മൾക്ക് ഈ നഗരത്തിനെ മെച്ചപ്പെടുത്താനും നന്നാക്കാനുമാണ് നമ്മളെല്ലാവരെയും ആവശ്യം. ഇത്തവണ കുറച്ചധികം പണി കോൺഗ്രസ് UDF എടുത്തിട്ടുണ്ട്. അത് റിസൾട്ടിൽ ഉണ്ടാവുമെന്നാണ്. അതെ, പക്ഷേ അതിൻ്റെ ഒപ്പം അത് റിസൾട്ട് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ അതിൻ്റെ ഒപ്പം ഞാൻ പറയട്ടെ, ജനങ്ങൾക്ക് ഉറങ്ങണം. എൻ്റെ അഭ്യർത്ഥന നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും, കുറേ ആൾക്കാർ കണ്ട ഒരു അഭ്യർത്ഥനമാണ് ഞാൻ ഇറക്കിയത്. ആദ്യം ആൾക്കാരോട് ആവശ്യപ്പെട്ടത് വന്ന് ഇറങ്ങി വോട്ട് ചെയ്യൂ. ഞാൻ മുമ്പിലത്തെ ഇലക്ഷനിലൊക്കെ 35-40%, 38% ഒക്കെ ടേൺ ഔട്ട് കാണുമ്പോൾ ദുഃഖമേ തോന്നുള്ളൂ. കാരണം നമ്മൾ മിണ്ടാണ്ട് വീട്ടിലിരുന്നാൽ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ നഗരം? നമ്മളല്ലേ ഇവിടെ താമസിക്കുന്നവർ. നമ്മൾ ആ എഫേർട്ട് എടുക്കണം, നമ്മൾ ഇറങ്ങണം, വോട്ട് ചെയ്യണം. അങ്ങനെ നമ്മൾക്ക് നമ്മളുടെ ഭാവിയെ നമ്മുടെ കയ്യിൽ വീണ്ടും എടുക്കാൻ സാധിക്കില്ല. അതാണ് എൻ്റെ അഭ്യർത്ഥന. അത് കഴിഞ്ഞിട്ട് ഞാൻ പറയട്ടെ, നമ്മൾക്ക് പുതിയ സ്ഥാനാർത്ഥികൾ, യുവ സ്ഥാനാർത്ഥികൾ, പുതുമുഖങ്ങൾ. പക്ഷേ വെറും മുഖത്തിൻ്റെ കാര്യം മാത്രമല്ല, അവർ കഴിവും നോക്കി, അവരുടെ അറിവും നോക്കി, അവർ ജനകീയരായ സ്ഥാനാർത്ഥികളായിട്ടാണ് ഞങ്ങൾ അവരെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ തവണ സാധ്യതകൾ നല്ലതാണ് UDFൻ്റെ. എന്തായാലും മാറ്റത്തിന് വൈകുന്ന ജനങ്ങളുടെ മനസ്സിൽ നല്ലോണം കയറിയിട്ടുണ്ട്. ഞാൻ പറയട്ടെ, നമ്മൾക്ക് ഒരു ജുഡീഷ്യൽ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച്, ഒരു വിധിയെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ശരിയല്ല. പലവർക്കും ചോദ്യങ്ങളുണ്ട് ഇതിൽ. ഇങ്ങനെയൊരു ഇൻസിഡൻറ്റ് സംഭവിക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാവരും വിക്ടിമിൻ്റെ ഒപ്പം, സർവൈവറിൻ്റെ ഒപ്പമാണ് നിൽക്കേണ്ടത്. ഞാനും അവരോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിൽ ജഡ്ജ് കണ്ടുപിടിച്ച തീരുമാനത്തെ ചോദ്യപ്പെടുത്താൻ നമുക്ക് ആർക്കും അവകാശമില്ല. സർക്കാർ അപ്പീൽ ചെയ്യുന്നുണ്ട്.